ഹായ് ഗൈസ്, വെൽക്കം ടു ബെൻജി. അപ്പം നമ്മളിന്നൊരു റോഡ് ട്രിപ്പ് പോവാണ്. വേറൊരു ഫാമിലിക്ക് പോവാനോ. കുറച്ചൊരു നല്ല വെറൈറ്റി ഗോട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ മേടിക്കാനായിട്ട് ചിക്കനും കുറച്ച് എഗ്ഗും കാര്യങ്ങളൊക്കെ. ഒരു 5 hour ഉണ്ട്. നമ്മളിന്ന് ഇവിടെ ആർവിയിലാണ് സ്റ്റേ. ഇവിടെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ സ്റ്റേ ചെയ്യുക. നമ്മുടെ വണ്ടി വലിയ കുഴപ്പമില്ല. ഞാനോ ട്രെയിലൊക്കെ അടിച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. നമ്മളൊരു 1000 മൈലോളം വണ്ടി ഓടിച്ചു. നമ്മൾ റൗണ്ട് 66 എന്ന് പറഞ്ഞിട്ട് ഒരു റോഡുണ്ട്, അത് പോകാനായിട്ട് ഇങ്ങനെ നോക്കിയിട്ടാണ് നിൽക്കണത്. ഇവിടെ ആർവിയിൽ പോകണോ ഇനി വേറെ CNAയിൽ പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പോൾ ട്രെയിലടിച്ച് നോക്കുകയാണോ. ഓക്കെയാണ്, ഇതാണ് സൗകര്യം. നമുക്ക് കിച്ചണുണ്ട്, കാര്യങ്ങളുണ്ട്. കിടക്കാനുള്ള 2 പേർക്ക് സുഖമായി കിടക്കാം. വലിയ കുഴപ്പമില്ല. അപ്പം അങ്ങനെയാണ് സെറ്റപ്പ്. അപ്പോൾ നമ്മൾ നാളെ കാലത്ത് വിടുന്ന് പുലർച്ചെ എടുത്ത് വിടും. അവിടെ പോയി ചിലപ്പോൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യും. അത് കഴിഞ്ഞ് സൺഡേ വരും. സൺഡേ മോർണിംഗ് വരാനായിട്ടാണ് പ്ലാൻ. 2-3 ഫാമുകളൊന്ന് കറങ്ങിയിരിക്കണം. അപ്പോൾ നമുക്ക് ഓരോ വീഡിയോകളായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഓക്കെ ഗൈസ്, ഞങ്ങളിന്ന് ആർവിയിലാണ് സ്റ്റേ. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ചിക്കനും ബ്രോക്കലി റൈസും ആണ് ഇന്ന് ഡിന്നറ്. ഇന്ന് നമ്മൾ ഇത് കഴിച്ച് ഇവിടെ കടന്ന് നാളെ പുലർച്ചയ്ക്ക് പോകും. റോഡ് ട്രിപ്പ്. ഞങ്ങളൊരു വേറൊരു ഫാമിലിക്ക് ഒന്ന് പോണതിനോ. നമ്മൾ ഈ ഗ്യാസ് സ്റ്റേഷനാണ് സ്റ്റേ ചെയ്യണതിനോ. ചില വണ്ടികളൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ട് പിന്നിൽ. ഇവിടെ ഒരു സൈൻ ഉണ്ട്, 1 hour ഓൺലി കസ്റ്റമർ പാർക്ക് എന്ന് പറഞ്ഞിട്ട്. കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നാൻ. 88 എടുത്ത് പോകുമ്പോഴേ നമുക്ക് ലൈക്ക് ഇല്ലിനോയ്സിൻ്റെ ട്രക്ക് സ്റ്റോപ്പുകൾ കുറവാണ്, വെയിറ്റിംഗ് ഏരിയകളോ. ഞങ്ങൾ കുറച്ച് നേരം വഴുകുകയും ചെയ്തു. അതാണ് ഇവിടെ സെറ്റ് ചെയ്യാന്ന് വെച്ചതോ. ലൗസ് എന്ന് പറഞ്ഞൊരു ഗ്യാസ് സ്റ്റേഷനാണ്. അവിടെ ഞങ്ങളിങ്ങനെ സ്റ്റേ ചെയ്ത് കിടക്കുക. ഇന്നിവിടെ സ്റ്റേ ചെയ്ത് നാളെ പുലർച്ചെ ആകുമ്പോൾ ഇവിടുന്ന് പോകും. നമ്മുടെ ആർവി വലിയ കുഴപ്പമില്ല. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്ന് കുക്കൊന്നും ചെയ്തില്ല, ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കുക ചെയ്തേനോ. അങ്ങനെ കിടക്കാനുള്ള സെറ്റപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് നാളെ മോർണിംഗ് അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ബ്രോക്കലി റൈസ് ആൻഡ് ഗ്രിൽ ചിക്കൻ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കാലത്ത് തന്നെ 4 മണിയായപ്പോൾ എണീറ്റു. ചെറിയ കോഫിയൊക്കെ ഇവിടുന്ന് മേടിച്ചു. അച്ഛയുണ്ട്. നമ്മൾ മെല്ലെ പോയാലോ എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുക. നമ്മൾ വേറൊരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. മക്ഡൊണാൾഡ്സ് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ മെല്ലെ ഇവിടുന്ന് വിടും. നമ്മൾ മക്ഡൊണാൾഡ്സിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചേക്കണ ഹാട്ട് മിർക്കിളോനോ. മക്ഡൊണാൾഡ്സിൽ നമ്മളൊരു കോഫിയും ഒരു ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് മേടിച്ചിട്ടുണ്ടോ. ചിക്കൻ സ്പൈസി വിത്ത് എഗ്ഗ് ചീസ്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കഴിച്ച് നമ്മൾ മെല്ലെ വിടും. അച്ഛയുണ്ട് ഇവിടെ. ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ ഇന്നലെ നമ്മുടെ ട്രക്കിലാണ് സ്റ്റേ ചെയ്തേനോ. ഔട്ട് സൈഡ് ടെമ്പറേച്ചർ ഒരു 63 ഒക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഞാനോ നല്ല അടിപൊളി സ്ലീപ്പ് കിട്ടി. നമ്മുടെ ട്രക്കിൻ്റെ മുകളിൽ കണ്ട അവിടെ ഒരു വെൻ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് വരും, എക്സോസ് വെൻ്റ് വരും. നമ്മൾ ട്രക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ലൊക്കെ അത് എക്സോസ് ഇട്ട് കഴിഞ്ഞാൽ അടിച്ചു പോകും. പിന്നെ അതിൽ കൂടെ ഒരു എയർ സർക്കുലേഷൻ ഫ്രണ്ടിലത്തെ ചെറിയ നമ്മുടെ സൈഡ് വിൻഡോ ചെറുതായിട്ടൊന്ന് താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ
അതിൽ കൂടെ എയർ സർക്കുലേഷൻ വന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ പമ്പ് ചെയ്ത് പോകും. അപ്പോൾ എയർ സർക്കുലേഷനൊക്കെ കറക്റ്റ് ആയിരുന്നു, നല്ല സ്മൂത്ത് സ്ലീപ്പായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളൊരു 100 മൈൽ ഓടിച്ചു. ഇവിടെ ഇപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നതാണ്. ട്രക്ക് ഓക്കെയാണ്, ട്രക്ക് കുഴപ്പമില്ല. ഇതിൽ തന്നെയാവും ഞങ്ങൾ അറൗണ്ട് 66 പോവാം. കുറച്ച് പണികളുണ്ട്, ട്രക്ക് ഒന്നുകൂടി ഒന്ന് സെറ്റപ്പ് ആക്കണം. ഹലോ, ഓക്കെ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, മെക്ഡോണൽ. കുഴപ്പമില്ല കേട്ടോ സാൻഡ്വിച്ചിനോ. ചിക്കൻ, സ്പൈസി, എഗ്, ചീസ്, 2 സാൻഡ്വിച്ച്, കോഫി എല്ലാം കൂടി ഒരു $15 വന്നു. അതാണ് കുഴപ്പമില്ല, ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണ്. ഇതൊരു പുതിയ മെക്ഡോണൽസ് ആണെന്ന് തോന്നുന്നത് ഈ ഏരിയയിലെ. നമ്മുടെ ആ വണ്ടിക്ക് കുറച്ച് പരിപാടികളുണ്ട്, എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. വണ്ടി ഉഗ്രം വണ്ടിയാണ്. ലൈക്ക് കുഴപ്പമില്ല, റണ്ണിങ് എല്ലാം ഓക്കെയാണ്, എവറിത്തിങ് ഓക്കെയാണ്. എൻ്റെ ഒരു ബിസിനസ് വണ്ടിയാണ് അത് ഞാൻ ഇതേപോലെ ആക്കിയെടുത്തേക്കണേ ഒരു ട്രക്കിനോ. ഇവിടെ കണ്ട ഇൻഡോർ ഗോൾഫ്. ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് വിൻഡറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ കളിക്കുന്നത് സെറ്റപ്പ് ആയിട്ടുണ്ടല്ലോ. ഇൻഡോർ ഗോൾഫ്. അവിടുന്ന് ബോൾ അടിക്കുക, ഇങ്ങോട്ട് കൊണ്ടുവരും. അടിപൊളി. Indoor golf. In a quarter mile, turn right onto Competition Drive. Winter time il golf cheyanengil ground setup ആയിട്ടുണ്ടെന്ന് പറയാം. ഞങ്ങളിങ്ങനെ പോകണ വഴിക്ക് ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാട്ടോ വീഡിയോ. In 900 feet, turn right onto Competition Drive. In a quarter mile, turn right onto Competition Drive. ഫുൾ നെറ്റാണ്. ഒരു 100 മീറ്റർ, 100 ഒരു 50 മീറ്റർ ഹൈറ്റ് ഉണ്ടാവൂലേ പോസ്റ്റുകൾ. ഒരു 50 മീറ്റർ ഹൈറ്റ് ഉണ്ടാവും നോക്കി. 50 അല്ല, ഒരു 80 മീറ്ററോളം. അവിടെ മുകളിൽ നിന്ന് നമുക്ക് കളിക്കാം. ഗോൾഫ് ഗ്രൗണ്ട്, ഇൻഡോർ ഗോൾഫ് ഗ്രൗണ്ട്. വിൻ്ററായി കഴിഞ്ഞാൽ അടിപൊളി. വിൻ്ററിലും സമ്മറിലെല്ലാം കളിക്കാനോ. ബോള് കണ്ടോ, ഒരു 1000 ബോളുണ്ടാവും, ഗോൾഫ് ബോള്. ആൾക്കാരവിടെ എടുത്തുകൊണ്ട് വയ്ക്കുക, ബോളിൽ നിന്ന് കാശോളം അടിക്കുക. അടിപൊളി സെറ്റപ്പ്. ഞങ്ങൾ പോണ വഴിയിൽ നമ്മളതിനെ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് ജസ്റ്റിനോ. നാട്ടിലൊക്കെ ഇതേപോലെ പരിപാടികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിജയിക്കും കേട്ടോ. ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ. കുറച്ചു നേരം നമ്മളിവിടെ സ്റ്റേ ചെയ്യാമെന്ന് വെച്ചു. ട്രക്ക് സ്റ്റോപ്പിൽ റെസ്റ്റ് ഏരിയ. നമ്മളെ ട്രക്കല്ലേ, ട്രക്കിൻ്റെ ഇതിലേക്ക് വിടാം അല്ലേ? ട്രക്കിൻ്റെ കാറിൽ കാറപ്പുറത്ത് ട്രക്ക് വിടാം. ട്രക്ക് പറയാൻ പറ്റില്ല, ഒരു കുട്ടി ട്രക്ക്. ട്രക്കുകളെല്ലാം അങ്ങനെ പാർക്ക് ചെയ്ത് സെറ്റ് ചെയ്ത്
നമ്മൾ ഇന്നലെ ഇവിടെ കടക്കാന്ന് വെച്ചത് പക്ഷേ ഇവിടേക്ക് അത്രയും കുറേ സമയം പിടിക്കുന്ന കാരണമാണ് നമ്മൾ അന്ന് ഗ്യാസ് സ്റ്റേഷനിൽ കടന്നത്. ട്രക്ക് സ്റ്റോപ്പിംഗ് പ്ലേസ് കണ്ടോ, ആൾക്കാർ ഇവിടെ വന്ന് കടക്കുന്നുണ്ട് കണ്ടോ. ഒരാൾ വന്ന് കടന്ന് ഷൂ ഒക്കെ ഊരി വെച്ച ആൾ വണ്ടിയുടെ ഉള്ളിൽ കയറി കടന്നു തോന്നുന്നു. ഇവിടെ നമുക്ക് ബാത്റൂം യൂസ് ചെയ്യാം, ടോയ്ലറ്റ് എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാം. നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. ഗ്രില്ലുണ്ട്, വുഡ് ഗ്രില്ലുണ്ട്, ചാർക്കോൾ ഗ്രില്ലുണ്ട്. നമുക്ക് അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യാൻ വേണമെങ്കിൽ വേണ്ട ചെറിയ RV-യിൽ ടൊയോട്ടോയുടെ വണ്ടിയാണ്, അതിൽ ട്രെയിലർ സെറ്റ് ചെയ്ത്. ഇവിടെ ഒത്തിരി ലൈക്ക് ട്രാവലേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ട്രാവൽ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഫണ്ണ് ട്രാവൽ ചെയ്ത് ഡിഫറെൻറ്റ് കൺട്രികളിൽ പോകണു. ഇങ്ങനെ സ്മോൾ ക്യാബിൽ താമസിക്കുന്നു നമ്മുടെ വണ്ടി. ഗ്രില്ലുണ്ട്, എല്ലാം ക്ലീൻ ആൻഡ് നീറ്റാട്ടോ. പിന്നെ അതാണ് അവിടെ നമുക്ക് ഷവർ ചെയ്യാം, ഫ്രഷ് ആവാം ഇവിടുന്ന്. നല്ല ഗ്രില്ലാ, ബാർബിക്യൂ ചെയ്യാം. ടൈം വേണം, ടൈം സ്പെൻഡ് ചെയ്ത് ചെയ്യാം. കുക്കിങ്ങിനോട് താല്പര്യമുള്ളവർക്ക് കുക്ക് ചെയ്യാം. നമ്മുടെ അടുത്ത വീഡിയോയിൽ വരും, പുറത്ത് ഔട്ട് സൈഡ് കുക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് പടയ്ക്കാം. ഞങ്ങളിവിടെ ഒരു 3 അവർ സ്റ്റേ ചെയ്യാന്ന് വെച്ചിട്ടിരിക്കുന്നത്. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, ഹായ് ഗൈസ്, നമ്മൾ വരണ വഴിക്ക് ഒരു ഫിഷിങ് ലൈക്കിനോ ജസ്റ്റ് ഒന്ന് ഞങ്ങളൊന്ന് നിർത്തിയതാ. ഇവിടെ നമുക്ക് ഫിഷ് ചെയ്യാം, അടിപൊളി സെറ്റപ്പ് സ്ഥലമാണ്. അത്യാവശ്യം ബോട്ട് ചെയ്യാം, ഫിഷ് ചെയ്യാം. തേക്കടിയൊക്കെ, നാട്ടിലെ തേക്കടിയൊക്കെ പോലത്തെ ഒരു സെറ്റപ്പ് അല്ലേ അച്ഛാ? നാട്ടിലെ തേക്കടിയൊക്കെ പോലെ ഒരു സെറ്റപ്പ് എന്ന് പറയാ. അവിടെ ആൾക്കാർ സൈഡിൽ കണ്ടില്ല, അവിടെ ഫിഷ് ചെയ്യണു. അടിപൊളി സെറ്റപ്പാട്ടോ. നമ്മുടെ കയ്യിൽ ഫിഷിങ് ടൂൾസ് ഒന്നും ഇല്ല. നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാം, ക്യാമ്പയിൻ പോലെ. എന്തൊക്കെ ഫിഷ് അവിടെ ഉള്ളതെന്ന് അറിയില്ല, നോക്കണം. ഇത് മിസിസിപ്പി റിവറായിട്ട് കണക്റ്റ് ഉണ്ടെന്ന് തോന്നാനോ. അപ്പം അത്യാവശ്യം നല്ല ഫിഷ് ഉണ്ടാവുമായിരിക്കും. അത്യാവശ്യം ഡീപ്പുണ്ട്. കണ്ടില്ലേ മീൻ, ഇഷ്ടം പോലെ മീനാ. നമ്മുടെ കയ്യിൽ ചെറിയ ടെക്നിക്കൊക്കെ ഉണ്ടല്ലോ മീനെ വരുത്താൻ.
കുട്ടിമീനാന്ന് മാത്രമല്ലേ അത്യാവശ്യം ഇത് എന്നിട്ട് മറ്റേ പരല് പോലത്തെ മീനല്ലേ എല്ലാ മീനിൻ്റെ സ്വഭാവം ഒന്നാണോ ലോകത്തെ എവിടെയായാലും ഒരു നേക്കുണ്ടെന്ന് തോന്നില്ല പിടിക്കാനതിന് Yeah, more? No, Only one? Yeah, I just started. Sorry. Okay. How's you guys doing that? അങ്ങനെയല്ല സൈഡ് കൊടുക്കും അതെന്നാത്തിനാ ഒരാൾ പിടിക്കൊണ്ട് പോകുന്നത് ഓ അതിന്റെ കുഞ്ഞാവും കേട്ടോ ആ കുതിരയുടെ ഓക്കെ പശു കണ്ടോ അടിപൊളി ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വരും അടുത്തൊരു റോഡ് ട്രിപ്പായിട്ട് അപ്പോൾ സീ യു സൂൺ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോസ്